ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാവുക. ഒരു വ്യക്തിക്കുണ്ടാകേണ്ടുന്ന മഹത്വവും ഗുരുത്വവും ഇതൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ നാഷ്ടവും നാശവും. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ വിപത്ത് നമ്മൾ കാണണം. ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. കഥ ഇതാണ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് പഠിച്ച ജോലി ഒന്നും കിട്ടുന്നില്ല. 1-2 ജോലിക്കൊക്കെ പോയി ശമ്പളം തികയുന്നില്ല. ഇന്നാണെങ്കിൽ ശമ്പളം ധാരാളം വേണം. കാരണം എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെങ്കിൽ, പിന്നെ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യണമെങ്കിൽ പൈസ വേണം. നമുക്കറിയാം, ഒരു വണ്ടി വാങ്ങിച്ചാൽ തന്നെ അത് ഓടിക്കാൻ, പെട്രോൾ ഒഴിക്കാൻ കാശ് വേണം. പിന്നെ വീട്ടിലുള്ള ഓരോ ചെലവുകള്, സഹോദരിയുടെ കല്യാണം, സ്വർണം വേണം, അവർക്കൊക്കെ സാരി എടുക്കണം, ബന്ധുക്കൾക്ക് സാരി എടുക്കണം. ഇതൊന്നും ഇയാളുടെ ശമ്പളം കൊണ്ടെത്തില്ല. അപ്പൊ താൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ജീവിതം വൃഥാവിലായി, വേസ്റ്റായി എടുത്തു വന്നില്ല. പലയിടത്തും ജോലി അപ്ലൈ ചെയ്യും. അതിനിടയ്ക്ക് വിദേശത്താരോ കൊണ്ടുപോയി അങ്ങനെ ഓരോ ലക്ഷം കളഞ്ഞു. അതും പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ ജീവിതം മൊത്തം നിരാശ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യമാണ് നിരാശ. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. എനിക്ക് വിദേശത്തൊക്കെ തന്നെ കാണാൻ ധാരാളം ചെറുപ്പക്കാർ പോയിട്ട് ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേഷൻ, ഹൈ ഫ്രസ്ട്രേഷൻ, മെന്റൽ അജിറ്റേഷൻ, ഹൈലി ഡിപ്രസ്ഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് അസഹനീയമായി ഒരു അവസ്ഥ. പലരുടെ അടുത്ത് പോയി എങ്ങനെ ഇന്നും പുറത്തു കിടക്കുക, എന്താ ഒരു മാർഗം, ഒരു വഴി കാണണ്ടേ? കേരളം ആകെ ഒരു ഇരുണ്ടതുപോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ബഡ്ജറ്റ് സ്പീച്ച് നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് ഗവൺമെന്റിന് പറയേണ്ടി വന്നു വിദേശ സർവകലാശാലകളോട് ഓപ്പൺ ചെയ്യണമെന്ന്. എന്തിനാ വിദേശ സർവകലാശാല? കാരണം കണ്ടമാനം കുട്ടികൾ വിദേശത്തേക്ക് പോവാണ്. 30, 40, 50 ലക്ഷം ചെലവഴിച്ചു. അവിടുത്തെ കാര്യം എന്തൊക്കെയാണ് താങ്കൾ രക്ഷിതാക്കൾക്ക് അറിയില്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. ഈ തരത്തിൽ ഈ ചെറുപ്പക്കാരന്റെ സകല ഹോപ്പുകളും പോയി, പ്രതീക്ഷകളും പോയി. പിന്നെ ഇയാളെ സംബന്ധിച്ച് ആത്മഹത്യയാണ്. എങ്ങനെയെങ്കിലും മരിക്കാനൊരു പേടി, വിഷമം. കാരണം അമ്മയും സഹോദരി ഒറ്റപ്പെടുകയും, സഹോദരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയും, ഞാൻ മരിച്ചാൽ സഹോദരി ആരും കല്യാണം കഴിക്കുമോ? എല്ലാവരും പറയില്ലേ, നിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്ത കുടുംബത്തിൽ നിന്ന് കല്യാണം നടക്കും. അതൊരു പ്രശ്നം. ആകെ മാനസികമായ പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ. ഇന്ന് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന യുവാക്കൾ ഉണ്ടാവോ? സമൂഹം ഉണ്ടാവോ? ഉണ്ടാവില്ലയോ? നിങ്ങൾ പറയണം, സത്യം പറയണം. ഉണ്ടാവില്ലയോ? ഇത് കൂടുതലാണോ കുറവാണോ? പണ്ടത്തേതിനേക്കാളും ഇത് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ വളർന്നു വരുന്ന ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ചൊക്കെ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ഇവിടെ സാധ്യത കണ്ടതെന്നുള്ളത്, എന്ത് ജോലിയാണ് അവര് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. എല്ലാവരും ഇപ്പൊ ഒരു IT മേഖലയിലേക്കാണ് പോകുന്നത്. പക്ഷെ IT മേഖലയുടെ ഒരു അവസാനം എന്താണ്? പുതിയ ടെക്നോളജി വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വലിയ ജോലിയിൽ തീർക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ഒരു 10 പേര് ചെയ്യുന്ന ജോലി ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുന്ന ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കതിന്റെ ഗുരുതരാവസ്ഥയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ വിദേശത്ത് ഒരു എയർപോർട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീ നിന്നിട്ട് പറയാൻ, ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന കൗണ്ടറിൽ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ. അത് മുഴുവൻ റോബോട്ടാണ്, മനുഷ്യനല്ല, യന്ത്ര മനുഷ്യന്മാര്. അപ്പൊ അവിടെ ജോലിക്ക് വെക്കേണ്ട ഒരാൾ ജോലി പോയി. നാളെ ഹോട്ടലിൽ സപ്ലൈ ചെയ്യാൻ പലയിടത്തും കണ്ടില്ലേ നിങ്ങൾ ഈ തരം യന്ത്രമനുഷ്യന്മാരെ വെച്ചുകൊണ്ട്? ഇപ്പൊ യന്ത്രമനുഷ്യന്മാര് വരുന്നൊരു കാലം ഇപ്പോ നിങ്ങൾ കേട്ടിട്ട് പറയില്ല, സർജന്മാരുടെ ആവശ്യമില്ല എന്നാ പറയുന്നത്. എനിക്ക് സർജറി ചെയ്യാൻ ഡോക്ടറുടെ ആവശ്യമില്ല. ഈ റോബോട്ടിക് എന്താ പറയാ ആളുകൾക്ക് സാധിക്കുന്നതാണ്, യന്ത്രമനുഷ്യർക്ക് സാധിക്കുന്നതാണ്. ആ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പഠിച്ച് മെഡിസിൻ പഠിച്ച ആളുകൾക്ക് കുറെ കഴിഞ്ഞാൽ ജോലി കുറഞ്ഞു വരും. ഏത് മേഖലയിലും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ആളുകളുടെ ആവശ്യം കുറഞ്ഞു വരും. ആണോ ഇല്ലയോ? അപ്പം മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാവില്ലയോ? ഇതിനെന്താ ഒരു വഴി? ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? അതുകൊണ്ടല്ലേ ആത്മഹത്യ കൂടുന്നത്. ഇന്നും നിങ്ങൾ നോക്കൂ, ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യയുടെ വാർത്തയുടെ പാത്രം വന്നത്. ഇതൊരു പാറമടയിൽ പോയി മരിച്ചിരിക്കുകയാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജോലിയൊന്നും കിട്ടുന്നില്ല, അവിടെ പോയി വെള്ളത്തിൽ ചാടി മരിച്ചു. ഈ രീതിയിലുള്ള ആത്മഹത്യകൾ കൂടാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് ഓൾറെഡി അതിന്റെ ലൈനിലേക്ക് നമ്മൾ കയറാൻ വന്നു. ഇതിനെന്താ ഒരു പരിഹാരം? അപ്പൊ ഇവിടെയാണ് ഈ കഥ നമ്മൾ കാണേണ്ടത്. ചെറുപ്പക്കാരനും മടുത്ത ജീവിതം, ആത്മഹത്യയിലാണ്. എങ്ങനെയെങ്കിലും ജീവിതം മതിയാക്കണം. എങ്ങനെയാണ് ജീവിതം മതിയാക്കുക? കാരണം ഒരു വൃത്തികെട്ട രീതിയിൽ മരിച്ചാൽ സഹോദരിയുടെ കല്യാണം മുടക്കും, തൂങ്ങി മരണം, അതൊന്നും വേണ്ട. അതല്ല പോയിസൺ മരിച്ചാലും വിചാരിച്ചു പോയിസൺ മരിച്ചിട്ട് ചത്ത
നടപ്പില്ലെങ്കിൽ അതിലേറെ പ്രശ്നം. കാരണം ഉള്ള സിസ്റ്റങ്ങൾ നിങ്ങൾ കീറി വരും, അത് അതിലേറെ പ്രശ്നം. പിന്നെ എന്താണ് വഴി എന്നൊക്കെ നോക്കുമ്പോൾ ഇതെന്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഇവരുടെ മുത്തശ്ശൻ ഒരു വൈദ്യരായിരുന്നു. അപ്പൊ മുത്തശ്ശൻ വൈദ്യ വൃത്തി ചെയ്തിട്ട് പിന്നെ അച്ഛൻ അത് കാര്യമായിട്ട് അച്ഛൻ വേറെ ജോലിയൊക്കെ എടുത്ത് അച്ഛൻ അതിന് താല്പര്യം ഉണ്ടായില്ല. അപ്പൊ മുത്തശ്ശന്റെ കുറച്ച് ബുക്കുകൾ ഇവിടെ പണ്ട് എഴുതി വെച്ചതൊക്കെ ഉണ്ട്. ഇതിനകത്ത് തപ്പി നോക്കി ഇതിന് വേറെ വല്ല മാർഗങ്ങളുണ്ടോ, എങ്ങനെയെങ്കിലും മരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാർഗം, ചാവാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ തപ്പി 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 നോക്കുമ്പോഴാണ് ഒരു പ്രത്യേക എണ്ണയുടെ കൂട്ട് ഈ മുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതറിയുന്ന വാതരോഗം. വാതരോഗത്തിനുള്ള ഒരു മരുന്ന് എണ്ണ അന്നത്തെ കാലഘട്ടത്തിൽ ഈ മുത്തച്ഛൻ എഴുതി വെച്ച് ഇയാളുടെ കണ്ണിൽപ്പെട്ടു. ഇങ്ങനൊരു വാതരോഗത്തിനാണ് എണ്ണുന്നത്. ഇത് കണ്ണിൽപ്പെട്ടപ്പോൾ ഇതിനൊരു തോന്നല്, ഇതൊന്ന് പരീക്ഷിച്ചാലല്ല, ഇത് ഉണ്ടാക്കിയാലല്ല. അങ്ങനെ ചെറുപ്പക്കാരൻ ഒരു വൈദ്യരേഖ കണ്ടുപിടിച്ച് ഈ എണ്ണക്കൂട്ട് ഇയാളെ തന്നെ പറഞ്ഞു കൊടുത്തു. അതൊന്ന് റെഡിയാക്കിയിട്ട് വാതരോഗിയായിട്ടുള്ള ഒരാളെ അതൊക്കെ പേപ്പിച്ച് അതൊക്കെ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത്. ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് കാലുവേദന കുറഞ്ഞു, നടക്കാനായി, ഒരടി നടക്കാൻ പറ്റാത്ത മനുഷ്യൻ. അപ്പൊ ഇങ്ങനെ തോന്നി ഇതൊന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ചെറുപ്പക്കാരൻ പിന്നീട് കോടീശ്വരനായി തീർന്ന കഥയാണ് പറയാനുള്ളത്. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരിച്ചാൽ മതി എന്ന് തോന്നുന്ന ഒരാൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈ മാർഗം ഒന്ന് കാണണമെങ്കിൽ അതിനൊരു ഗുരുത്വം വേണ്ടേ? വേണ്ടേ? ഗുരുത്വമില്ലാതെ പോയാൽ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ വേണ്ടത് ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ഗുരുത്വമുള്ളവരായിട്ടില്ല. ഗുരുത്വമുണ്ടെങ്കിലേ മഹത്വമുള്ളൂ. ഇതുണ്ടല്ലോ, ഞാനും നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അമ്പലങ്ങളിലൊക്കെ വരും ചിലര്, പൊങ്കാലയൊക്കെ ഇടും അമ്മമാര്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാര്. മക്കൾക്ക് ഇതിനോടൊക്കെ ഉള്ള താല്പര്യം വളരെ കുറവാണ്. അങ്ങനെ വെറും അന്ധമായൊരു പ്രാർത്ഥന കൊണ്ട് ഗുണമുണ്ടെന്ന് വിചാരിക്കരുത്. അതാണ് നിങ്ങൾക്കറിയാം, കണ്ണൂർ അഴീക്കോട് ഒരു ചെറുപ്പക്കാരൻ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി ഉന്നതനായി സ്വന്തമായൊരു സാമ്രാജ്യം ഉണ്ടാക്കി. നിങ്ങൾ ബൈജൂസ് ആപ്പ് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ കേൾക്കാതിരിക്കില്ല. ബൈജൂസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഏറെക്കുറെ 14,000 crores അസറ്റുള്ള കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്തത്. ഇന്നിപ്പം ആ വ്യക്തി നേരെ തകർന്ന് തരിപ്പണമായി. ആ കമ്പനിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി. ആ ഒരു മാനസികാവസ്ഥ. സമ്പത്തുണ്ടാക്കാനുള്ള കഴിവും അറിവും ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഗുരുത്വം ഉണ്ടായിരുന്നില്ല. ഇവിടെ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പൂതാനം പറഞ്ഞ പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ പണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ, ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നുണ്ടോ? നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്നുണ്ടോ? അപ്പൊ അയാളെ പുറത്താക്കിയ കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയാള് ED ഇൻവെസ്റ്റിഗേഷന്റെ കൺട്രോളാണ്. അയാൾ ഒരുപാട് നിയമ ലംഘനങ്ങൾ നടത്തി അവസാനം ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വെച്ച് കോടികളുടെ മുകളിൽ ജയിച്ചൊരു മനുഷ്യൻ അവസാനം കഴിവുകളുടെ ഒരവസ്ഥയിലേക്ക്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഭാഗവതത്തിന്റെ പ്രസക്തി. ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടവരാണ്. വേണ്ടയോ? ഒരു മനുഷ്യന് എന്താണ് ശരിക്കും വേണ്ടത്? ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതോറും ഒരു ദിവസം നമ്മൾ മരിക്കും, എല്ലാവരും മരിക്കും. മരണാനന്തരമുള്ളൊരു ജീവിതത്തെക്കുറിച്ചല്ല ഭാഗവതം പറയുന്നത്. നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടൊരു സ്വർഗവും അവിടെ അടിപൊളി ഭക്ഷണവും താല്പര്യമുണ്ടോ? ബിരിയാണി, കുഴിമന്തി, കുഴിമന്തി എനിക്കറിയില്ല. താല്പര്യമുണ്ടോ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ മരിച്ചു കഴിഞ്ഞൊരു കുഴിമന്തി അല്പം എന്താണ് അവിടെ പറയില്ലേ, അല്പം എന്താ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപക്ഷെ കുട്ടികൾ പറഞ്ഞ നൂഡിൽസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭക്ഷണമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും വേണ്ടത് മരിക്കുന്നത് വരെ ജീവിതം ധന്യമാണ്. വേണ്ടേ? ആ ജീവിതം എങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കാം? ഇപ്പൊ നമുക്ക് നോക്കൂ, ഇപ്പൊ നമ്മൾ പോകുന്ന നേരത്തെ സ്വാമി പറഞ്ഞ നിത്യ എന്നൊരു വാക്കുണ്ട്. നിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കുകൂട്ടലാണ്. പഠിച്ചു ജോലി കിട്ടും, ജോലി കിട്ടിയാൽ ജീവിതം നല്ലൊരു ജീവിതമാവും, നല്ലൊരു കല്യാണം നടക്കും, കുടുംബം ഉണ്ടാവും. അങ്ങനെയല്ലേ? ആണോ അല്ലയോ? വല്ല ഉറപ്പുണ്ടോ അതിന്?
ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടാത്തതുകൊണ്ടാണല്ലോ നല്ലൊരു ശതമാനം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. ഇങ്ങനെ എന്റെ കൂടെ കേരളത്തിലെ ഒരു കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ GM വരികയുണ്ടായി രാവിലെ തന്നെ. ഞാൻ അതേ വെച്ച് കഴിഞ്ഞ 2023 നിങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു 7000 കുട്ടികളെയാണ് അവര് പറഞ്ഞയച്ചു. 7000 കേരളത്തിലെ കുട്ടികൾ ഈ കമ്പനി മാത്രം അറിയിച്ചു. അപ്പൊ ഓരോ കമ്പനികളും നിങ്ങൾക്കറിയാം, പല സാന്റാമോണിക്ക തുടങ്ങിയുള്ള കമ്പനികളുടെയൊക്കെ ടാർഗറ്റ് അതിന് അപ്പുറത്താണ്. 40,000 50,000 കുട്ടികളാണ് ഒരു വർഷം. ഇങ്ങനെ അനവധി കമ്പനികൾ കുട്ടികളെ പറഞ്ഞേക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഒരുവിധം നല്ല ശതമാനം കേരളത്തിൽ നിന്നും പറയൂ പുറത്തേക്ക് പോകും. വേറെ വശത്ത് അതിന്റെ ദുരന്തം നോക്കൂ. ക്രമേണ ഈ പോയവരും എനിക്കിവിടെ ഓർമ്മയില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയ അവിടെ സെറ്റിലാവും. ഇവിടെ അച്ഛനും അമ്മയും ക്രമേണ ഒറ്റപ്പെട്ട് ഒരു സത്യം മരിക്കുമ്പോൾ ഒരു കാലം വരുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയ നോക്കാനാളില്ലാത്ത അമ്മമാരുടെ ഒരു ഭൂമിയായി കേരളം മാറൂ ഇല്ലയോ? സത്യം പറയും. ഒരു മുന്നിലേക്ക് നോക്കാൻ നിങ്ങൾ അവയില്ലയോ? ഉണ്ടാകുന്നില്ലാത്ത നിങ്ങൾ അവയില്ലയോ? ഇതിനെന്തൊക്കെയാ പരിഹാരമുള്ളത്? ഇത് വല്ല പരിഹാരമുണ്ടോ? നമുക്ക് ഉണ്ടോ? ഒരു പരിഹാരമില്ല. നമ്മളിപ്പോ എന്താ കണ്ടിരിക്കുന്ന പരിഹാരം മരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്. അത് കുറെ ബീഹാറികളും ബംഗാളിലും കാണുന്നുണ്ട്. പ്രായമുള്ളവരെ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് തലക്കടിച്ച് അവിടെ ഇവിടെ വീഴ്ത്തി കൊന്നു കേൾക്കാൻ ഇടയ്ക്കിടയ്ക്ക് പത്രത്തില്. ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സമൂഹം. ഞാൻ ഹൈന്ദവ സമൂഹം എന്ന് പറയാൻ കാരണം മറ്റ് ഇതര സമൂഹത്തിലൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി ഒരു ഐക്യമുണ്ട്. എന്തിനുള്ള രാഷ്ട്രീയം പറഞ്ഞുള്ളൂ. ഞാൻ ഒരു കാര്യം സത്യസന്ധമായി പറയുകയാണ്. രാഷ്ട്രീയത്തിനുപരി ഒരു മത ഐക്യം ഇതര കമ്മ്യൂണിറ്റികളിലുണ്ട്. അവരുടെ കയ്യിലുണ്ട്. എന്നാൽ രാഷ്ട്രീയം പറയും ഒരു ഐക്യവുമില്ലാത്ത ഒരു സമൂഹം അവർ മാത്രമാണ് ഹിന്ദു സമൂഹം മാത്രമാണ്. സത്യസന്ധമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെയോ വല്ലതും വരുന്നവരൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് ഏതാൽ ഒരു മനുഷ്യനില്ല. ഒരു മനുഷ്യൻ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ. അതിന്റെ പ്രത്യക്ഷ തെളിവാണ്. ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾ കയറി ഇല്ലേ? ഇതൊരു മനുഷ്യർക്ക് വേണ്ടവർക്ക് ഒരാളെ സഹായിക്കാനില്ല. ഒരാളെ സഹായിക്കാനില്ല. അതിലൊരു സ്ത്രീ എഴുതിയിരിക്കുന്ന UP-യിലേക്ക് പോയി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. വൈകാറിന്റെ പത്രത്തിലൊക്കെ എന്നിട്ട് എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ വല്ലതും വരുന്നത് വരെയൊക്കെ ആളുണ്ടാവും. വന്നു കഴിഞ്ഞാൽ പറയൂ ആളുണ്ടാവില്ല. കുറെ കുടിപ്പിക്കാൻ കൂട്ടുകാരെല്ലാം കുടി കഴിഞ്ഞ് എല്ലാം താളം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഒരു ദിശാബോധം നമ്മൾ ചെറുപ്പക്കാരിലേക്ക് വേണമെങ്കിൽ അതേപോലെ അവരെ സംബന്ധിച്ച് അവരറിഞ്ഞിരിക്കണം. നോക്കൂ, നേരത്തേക്ക് എന്റെ സാഹചര്യം പറഞ്ഞൊരു കാര്യം ഇത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നാളെ മുതൽ മുന്നോട്ട് കൂടോ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. നാളെ കുട്ടികൾ ആരും സ്കൂളിൽ നിന്ന് പോകാതെ മുന്നോട്ട് വരിക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ടോട്ടലി എഗൻസ്റ്റ് ആണ്. ഞാൻ ഈവൻ ദോ ഐ സ്റ്റഡി ഐ ടോട്ടലി എഗൻസ്റ്റ് എഡ്യൂക്കേഷൻ. കാരണം ഇതാണ് എഡ്യൂക്കേഷൻ വേണ്ടത്. അത് നമ്മുടെ നല്ല ഒരു സമയം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നശിപ്പിച്ച് കൈ തന്നു. ഇതല്ല എഡ്യൂക്കേഷൻ, ഇതല്ല വിദ്യാഭ്യാസം. നിങ്ങൾ നമുക്ക് 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പറയൂ. നിങ്ങൾക്ക് 4 അക്ഷരം ഹിന്ദി പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. 10ാം ക്ലാസ് വരെ അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നും പറയാത്ത നിങ്ങള് നമ്മൾ തെറ്റാതെ പറയാൻ പറ്റുമോ? ഒന്നും പറയാത്തത്. മലയാളത്തിൽ പുസ്തകത്തിൽ അച്ചടിച്ച ഭാഷയിൽ കണ്ണൂർക്കാർക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകം വായിക്കുന്നവരെയാണോ കണ്ണൂരിൽ ഇവിടെ മലയാളം പറയുക? ബന്ധത്തിലാണ്. ആണോ അല്ലയോ? ആണോ? അല്ല. അതുപോലെ പറയാൻ പറ്റും. വീട്ടിൽ അച്ചടിച്ച ഭാഷയിൽ പറയാൻ പറ്റുന്ന പോലെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെയല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരു ഭാഷയിൽ. ഇനി 10ാം ക്ലാസ് വരെ അത്യാവശ്യം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചവരാണോ 10ാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ കൈവെക്കും. ഫിസിക്സിന്റെ നല്ല കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? ഒരിക്കലും ഓർമ്മയില്ല. 10ാം ക്ലാസ്സിലെ മാത്സ് അതിന് ആൽജിബ്ര, ലോഗരിതം, അത് ഇതുമൊക്കെ പറഞ്ഞ പല വിഷയങ്ങളുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? കെമിസ്ട്രിയിൽ പറഞ്ഞ സബ്ജക്ട് ഉണ്ട്, ഊർജ്ജതന്ത്രം. അതിന് പീരിയോഡിക്കൽ ടാബിളൊക്കെ ലാബ് ഉണ്ടായിരുന്നില്ലേ? കേട്ടില്ലേ നിങ്ങള്? അത് എത്രാന്നറിയോ നിങ്ങൾക്ക്? അറിയോ? പിന്നെ എന്തുകൊണ്ടിന് കൂടുതലായിട്ട് പഠിക്കാൻ പോയത്? അത് തമാശയല്ല ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ പഠിക്കാൻ പോയത്? വൻ
വല്ല കാര്യമുണ്ടോ നമുക്കതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്താണ് വിദ്യാഭ്യാസം? അവിടെയാണ് ഭാഗവതം ഡിഫൈൻ ചെയ്യുന്ന വിദ്യാഭ്യാസം. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കുറെ കൂടി പ്രാക്ടിക്കലി ചിന്തിക്കണം. വേണ്ടേ? നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ക്രമേണ സ്കൂളുകളൊക്കെ അടച്ചിടണം, നമുക്ക് വേറൊരു സ്കൂൾ തുടങ്ങണം. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, തുടങ്ങണം എന്നുള്ളത്. ഇതറിയോ? ഈ നോക്കൂ, നമ്മൾ ഇന്നത്തെ കാലത്ത് വി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദി ടെക്നോളജി. നമുക്കിന്ന് ആധാർ കാർഡ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ പുതിയ പുതിയ ടെക്നോളജി ബേസ്ഡ് പാസ്പോർട്ടുകളൊക്കെ വരാൻ പോകുന്നു. നമുക്കറിയാറില്ല, വിദേശ രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ വേണ്ട, നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഇമിഗ്രേഷൻ സിസ്റ്റങ്ങളിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? ടെക്നോളജി എത്ര ടോപ്പ് ലെവലിലേക്ക് പോവാണ്. അതായത് ഓരോ വ്യക്തിയെയും ടെക്നോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. ആണോ? നിങ്ങളുടെയൊക്കെ ആധാർ കാർഡിൽ നിങ്ങൾ തമ്പ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തിനാണ് ഈ തമ്പ് പ്രിന്റ് കൊടുത്തത്? നിങ്ങൾ പറയുന്നോട്ട് എന്തിനാണ് നമ്മൾ തമ്പ് പ്രിന്റ് കൊടുത്തത്? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ തമ്പ് പ്രിന്റ് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നിങ്ങളുടേതാണ് എങ്ങനെ അറിയുന്നത്? അതൊരു മറ്റൊരാളുടേതല്ല എന്നെങ്ങനെ അറിയുന്നത്? ആ തമ്പ് പ്രിന്റ് മറ്റൊരാളുടെ അല്ല, അത് നിങ്ങളുടേതാണെന്ന് എങ്ങനെ അറിയുന്നത്? നിങ്ങൾ അതിനെന്താ കാരണം? വൈ? ഒരാളിൽ നിന്നും മറ്റൊരാളുടെ തമ്പ് പ്രിന്റ് വ്യത്യസ്തമാണ്. ഒന്നുകൂടി പറയുന്നത്, ഒരാളുടെ തമ്പ് പ്രിന്റിൽ നിന്നും മറ്റൊരാളുടെ തമ്പ് പ്രിന്റ് വ്യത്യസ്തമാണോ? ആണോ? ആണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഒരു നമ്മുടെ റെറ്റിനയുടെ നമ്മൾ വരകളുണ്ട്, അറിയാം നിങ്ങൾക്ക്? അതും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ക്യാമറയിലേക്ക് നോക്കൂ, ഉള്ളിലേക്ക് നോക്കാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ എടുത്ത് നോക്കൂ. ആർക്കെങ്കിലും ആധാർ കാർഡിലെ ഫോട്ടോ ഇഷ്ടപ്പെട്ടുണ്ടോ? നീ കുറഞ്ഞു നോക്കുന്നതുപോലെ അന്തമുണ്ട്. അപ്പോഴേക്കും അവർ ക്ലിക്കും ചെയ്തു. ഇതെന്തെങ്കിലും ഐഡിയ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കോളമായിട്ടുള്ള ഞാൻ പലപ്പോഴും എനിക്ക് ആധാർ കാർഡിലെ ഫോട്ടോ പെണ്ണ് കാണുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മം പെണ്ണ് കേട്ടില്ല. ഉണ്ടോ? അങ്ങനെ കോലം കിട്ടിയിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത് ആണല്ലോ. ഈ രീതിയിലൊക്കെ അവരെടുത്ത്, കാരണം അവരെടുത്ത് നമ്മുടെ കണ്ണിന്റെ പ്രിന്റാണ്. ഓരോരുത്തരുടെയും റെറ്റിനയുടെ ലൈൻസ് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. സ്വഭാവം വ്യത്യസ്തമാണോ? ആണോ? വ്യത്യസ്തമാണ്. സ്വഭാവം വ്യത്യസ്തമാണ്. ശബ്ദം വ്യത്യസ്തമാണോ? ആണോ? അപ്പൊ നമുക്ക് ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവുമോ? എങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? മറ്റൊരാളുടെ കഴിവ് എനിക്ക് ഉണ്ടാക്കുന്നതാണോ വിദ്യാഭ്യാസം? മറ്റൊരാളെ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നതാണോ വിദ്യാഭ്യാസം? അത് എന്നിലെ വ്യത്യസ്തമായ ദൈവിക കഴിവിനെ ഞാൻ വികസിപ്പിക്കുന്നതാണോ വിദ്യാഭ്യാസം? ഏതാ ശരി? മറ്റൊരാളെ പഠിക്കുന്നതൊക്കെ ഞാൻ പഠിക്കുന്നതാണോ വിദ്യാഭ്യാസം? പറയൂ നിങ്ങൾ. അപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം ശരിയാണോ? 10ാം ക്ലാസ് വരെ എല്ലാവരും മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് വരെ എല്ലാവരും സയൻസ് പഠിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കുട്ടികളിലുണ്ടല്ലോ വലിയ കോംപ്ലക്സ് വെച്ച് നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പെർസെന്റേജ് എല്ലാ സബ്ജക്റ്റിലും പഠിക്കുന്നവരുണ്ടാവും? ഒരു നല്ലൊരു ശതമാനം പല സബ്ജക്റ്റിലും വീക്കായിട്ടുണ്ടാവും. ആണോ അല്ലയോ? അതുകൊണ്ടല്ലേ ട്യൂഷൻ കൊടുക്കേണ്ടി വരുന്നത്? ആണോ? ഇന്ന് കേരളത്തിൽ ക്ലാസിനേക്കാളും കൂടുതൽ ട്യൂഷൻ ട്യൂഷനില്ലേ? ഇല്ല, മൊത്തം ട്യൂഷനാണ്. അതിന് ട്യൂഷൻ എടുക്കാൻ പറയുന്നത് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അതും തന്നെ മനസ്സിലാക്കാലോ. കുട്ടികൾ അവർക്ക് ക്ലാസ്സിൽ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചോദ്യത്തിന് ഉത്തരം തരണം നിങ്ങൾ. ഈ കുട്ടികളെ മറ്റുള്ളവരെ പോലെ ആക്കിയെടുക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആവുമോ? അവസാനം എന്താണെന്ന് അറിയോ? പഠിക്കുന്ന കുട്ടികളോട് അസൂയ ഉണ്ടോ? എനിക്ക് കഴിവില്ല, പഠിക്കാൻ പറ്റില്ല, എനിക്ക് പലതും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കോംപ്ലക്സ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടല്ലോ. അത് ആ കുട്ടിക്ക് ഇതിന്റെ ജീവിതത്തോടൊരു നിരാശയുണ്ട്. അപ്പൊ പുറകോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവുമോ? അപ്പൊ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്താ വഴി? അവരെ ഓർമ്മിപ്പിക്കണം, നിങ്ങൾ ഈ വ്യത്യസ്തമായ കഴിവുണ്ട്, അതിനെ ഉണർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കഴിവുകളുണ്ടോ? ഉറക്കെ പറയാത്തത്. നിങ്ങളുടെ ഇവിടെയൊക്കെ ചുറ്റുപാടുള്ള സ്കൂളുകളിൽ ഈ കുട്ടികളുടെ വ്യത്യസ്തത വൈവിധ്യമായ കഴിവുകളെ വികസിപ്പിക്കാൻ ഇന്ന് അവിടെ സിസ്റ്റങ്ങളുണ്ടോ? ഉറക്കെ പറയും. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇല്ലേ? അപ്പോൾ 7 ദിവസം കൊണ്ട് നമുക്ക് സപ്താഹം കൊണ്ട് കുട്ടികളെ ആ ബോധം ഉണ്ടാക്കാൻ
പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നില്ലേ സപ്താഹമിട്ടുണ്ടല്ലോ വേണോ? സ്കൂളിൽ പറഞ്ഞേക്കണം അങ്ങോട്ട് കൊണ്ടുവരണോ? നിങ്ങൾക്ക് വേണമെന്ന് മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വ്യത്യസ്ത കഴിവുണ്ട്. അത് സ്കൂളിൽ പോയിട്ട് എന്തായാലും നേടിയെടുക്കാൻ പറ്റില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് റിട്ടയർഡ് ടീച്ചർമാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, അവരിവിടെ വന്നിരിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. 7 ദിവസം കൊണ്ട് കുട്ടികൾ കോളേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇവിടെ കൊണ്ടുവന്നിരുത്തുക. നമ്മൾ കഥ പറയാനല്ല പോകുന്നത്, അവരുടെ കഴിവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നാളെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യം വരണം, എന്നിൽ വ്യത്യസ്തമായൊരു ഞാൻ ആരോടും മത്സരിക്കാനല്ല വന്ന്, ഞാൻ ആരുടെയും ഒരു സ്വാർത്ഥത കാണിക്കേണ്ടതല്ല, അസൂയ കാണിക്കേണ്ട, എനിക്ക് എന്നിൽ വ്യത്യസ്തമായൊരു കഴിവുണ്ട്. ആ ഒരു ബോധം അവരിലുണ്ടാവണം. വേണ്ടേ? രണ്ടാമത്തത് ഗുരുത്വം വേണം. ഇത് വേണം. കാരണം കഴിവുള്ളത് ചില സമയത്ത് കഴിവേറി കഴിവില്ല അവരുടെ. അപ്പൊ വേണ്ടാത്ത കൂട്ടുകെട്ടിലും വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പണം വരുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ വരും. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി പണം കൊണ്ട് നിക്ഷേപിച്ച് അവസാനം അടിത്തറ തകർത്ത് ഡെയിലി പോകേണ്ട ഗതികേടുണ്ടാവരുത്. മനസ്സിലായില്ലേ? സമ്പത്തുണ്ടാവണം. ആ സമ്പത്തിനനുസരിച്ച് തന്നെ ഗുരുത്വം ഉണ്ടാവണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇരുത്തം ഉണ്ടാവില്ല. ഇതെല്ലാം ഈ പാറ്റ പൊടിയുന്ന പോലെ പൊടിയും. ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തൊക്കെയോ സമ്പത്തുണ്ടാക്കും, പക്ഷെ വെളിച്ചത്തിന്റെ ചൂടിൽ അതെല്ലാം കരിഞ്ഞ്, ഈ പാറ്റകളൊക്കെ വെളിച്ചത്തിന്റെ ചൂട് തട്ടുന്നതോടെ എന്താ സംഭവിക്കുക? കരിഞ്ഞു വീഴും. ഇങ്ങനെ കരിഞ്ഞു വീഴുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരിലെ കഴിവുണർത്തണം, ആത്മബലം ഉണർത്തണം എന്ന് മാത്രമല്ല, സമൂഹത്തിൽ അവർക്കുള്ള ഒരു മതിപ്പുണ്ടാവണമെങ്കിൽ, സമൂഹം അവരെ ആദരിക്കണമെങ്കിൽ അവരുടെ ഗുരുത്വം ഉണ്ടാവണം. വേണോ? പറയൂ. ഈ ഗുരുത്വമുള്ള കുട്ടികൾ അതേപോലെ തന്നെ നാളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതോറും ആത്മബലം ഉണ്ടാവണം. അല്ലേ? മരണം വരെ നമുക്ക് ആ ധൈര്യം ചോർന്നു പോവാതെ ഊർജത്തോടെ ശക്തിയോടെ ജീവിക്കാൻ സാധിക്കണം. മരണത്തിന്റെ മുന്നിൽ പോലും പകരുത്. ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് പലതിലും പിടിച്ചു നിൽക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ പല നഷ്ടങ്ങൾ സംഭവിച്ചാൽ, എവിടെയെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ മനസ്സങ്ങോട്ട് തകർന്നു പോവും, തളർന്നു പോവും. ചില ആളുകളെ കണ്ടില്ലേ, കാഴ്ച പറയുമ്പോൾ മാനസികമായി തളർന്നത് ഉണ്ടോ? കേൾവി പോകുമ്പോൾ മാനസികമായി തളർന്നവരില്ലേ? ആരോഗ്യം പോയാൽ മാനസികമായി തളരുന്നവരില്ലേ? ഉണ്ടോ? എങ്ങനെ തളരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? മനോബലമുള്ളവരായി, ആത്മബലമുള്ളവരായി മാറാൻ സാധിക്കും. ആത്മബലമുള്ള മനുഷ്യർ സമൂഹം സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങൾ. നമ്മുടെ കൂടെ എപ്പോഴും ആര് വേണം? ഒരു നല്ല സമൂഹം വേണം. കാരണം നാളെ നമ്മൾ ഒറ്റപ്പെടാം. പക്ഷെ ആരുണ്ടാവണം സഹായത്തിന്? ഒരു സമൂഹം ഉണ്ടാവണം. ഇന്ന് നമുക്ക് രാഷ്ട്രീയക്കാർക്ക് പോലും അത് ഉണ്ടാക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിന്റെയൊക്കെ ചെറുപ്പത്തിൽ കുറെ സമൂഹം ഉണ്ടായിരിക്കും. വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവസ്ഥ കുറയുക ഉണ്ടാകുന്നത്. അവസാനം കൃഷ്ണനോട് സംസാരിക്കുന്ന നേതാക്കന്മാരെയും ദേവിയോട് സംസാരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നത്. അവസാനം ഇവരൊന്നും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. സമൂഹത്തിന് വേണ്ടാതായി. ഇപ്പൊ നമുക്ക് ആത്മീയത അങ്ങനെയല്ല. ആത്മീയത എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതൊരു വലിയ ആത്മബന്ധമാണ്. വലിയൊരു ആത്മബന്ധമാണ്, ബഹുമാനമുള്ളൊരു ബന്ധമാണ്. ആ ബഹുമാനമുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു ആകർഷണം. നിങ്ങൾ കണ്ടില്ലേ, പൂവിൽ തേൻ കണ്ട് ആകർഷിക്കപ്പെടുന്ന തേനീച്ച പോലെ നമ്മളിലേക്ക് സമൂഹം ആകർഷിക്കപ്പെടണം. അതിന് ചില ഹോംവർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ടാവും? സമൂഹം ഉണ്ടാവും. അതേപോലെ തന്നെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. വേണം വരില്ലേ? ഉണ്ടാക്കുന്നതാണ്. ഇന്ന് അവർ മൊബൈൽ അഡിക്റ്റഡാണ്. കണ്ടമാനം ആണോ? ഒരുപാട് മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളാണെന്നുള്ളത്. എന്ന് മാത്രമല്ല, ഒരു തരം കിട്ടിയാൽ കൂടുതൽ മൊബൈലിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ്. ആണോ? ഈ തരം കുട്ടികൾക്ക് ജീവിതത്തിന്റെ ഒരു വ്യക്തമായ ദിശാബോധം വേണ്ടേ? കൊടുക്കണോ വേണ്ടയോ? വേണം. അല്ലെങ്കിൽ എന്താവും? അവർ തെറ്റിദ്ധരിക്കും നാളെയും ഈ സുഖവും സന്തോഷവും ഉണ്ടാവുമെന്ന്. കുറെ കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും സമ്പാദ്യം വേണം. ഇതിപ്പോ അച്ഛന്റെ അമ്മയുടെ പൈസ കൊണ്ട് കിട്ടിയ മൊബൈൽ എടുക്കുന്ന കളിക്കുന്നത്. സമ്പാദ്യം വേണം എന്ന് മാത്രമല്ല, സമ്പാദ്യം മാത്രം പോരാ, സമൂഹത്തിൽ അംഗീകാരം വേണം, സമൂഹത്തിൽ സ്ഥാനം വേണം. ഇതിനൊക്കെ ഒരു വ്യക്തിത്വമായി തീർന്നിട്ടെങ്കിൽ എന്ത് കളിച്ച കുട്ടി നാളെ നിരാശയിലേക്ക് കൂട്ടുകുത്തിയാൽ പിന്നെ ആത്മഹത്യയായിരിക്കും അവരുടെ മുന്നിലുള്ളത്. മനസ്സിലുണ്ടല്ലോ? ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ നാളെ ജീവിതത്തിന്റെ ദുരിതങ്ങളായി മാറരുത്. ഇത് അച്ഛനമ്മമാർക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ ഭാഗവതം
ഭാഗവതത്തിൽ നിന്നും പലതും ഉൾക്കൊള്ളണം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊബൈൽ എടുക്കും പറയുകയെ അവിടെ വിൽക്കലാന്ന് പറയും, ചീത്ത വിളിക്കും, തുടരുന്നത് പറയും. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിൽ അതിനോടുള്ള ആകർഷണം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഫ്രണ്ട്സിന്റെ അടുത്ത് അത് കണ്ടാൽ ആ കുട്ടികൾ ഒരുമിച്ചിരുന്ന് കളിക്കുമോ? പറയൂ നിങ്ങൾ. നേരെ മറിച്ച് ഈ കുട്ടിക്ക് ബോധ്യം ഉണ്ടാവണം, ഇതിൽ കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് മാത്രമല്ല, നാളെ എനിക്ക് ഭാവി വേണം. ആ ഭാവി ഉണ്ടാക്കണമെങ്കിൽ ഇതെന്റെ സമയം കളയരുത്. വേണം, ഇതൊക്കെ വേണം. പക്ഷെ ഇതിന്റെ സമയം നശിപ്പിച്ചുകൊണ്ടുള്ളതാവരുത്. മനസ്സിലായില്ലേ? ആ ദിശാബോധങ്ങളും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ ഓർക്കും. അവർ പറയും, നിങ്ങൾ താളം തെറ്റി പോകേണ്ട ഘട്ടത്തിലൊക്കെ വഴി കാണിച്ചത് ഇവരായിരുന്നു. മനസ്സിലാക്കുന്നത് രാമായണം നമ്മൾ വായിക്കുന്ന ഗ്രന്ഥമാണ്. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളന്റെ കഥയായിട്ടാണ് രാമായണം തുടങ്ങുന്നത്, അല്ലേ? പക്ഷെ വാൽമീകി തന്നെ തന്റെ കഥ പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം വന്നു. മഹർഷിവര്യന്മാർ ചോദിക്കുകയാണ്, നീ ചെയ്തു കൂട്ടുന്ന പാപം നിന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടാവോ? ഇന്നിപ്പോ ആ ചോദ്യം നിങ്ങൾ ഇങ്ങനെ എടുക്കൂ. ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങൾ, കുട്ടികൾ ഇങ്ങനെ മൊബൈലിൽ ഇരുന്ന് കളിക്കുന്നു, ഗെയിംസ് കളിക്കുന്നു, അല്ലെങ്കിൽ അവര് കുറെ ഇന്നിപ്പോ ധാരാളം കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ട്, പലതും ഉണ്ട് അവരുടെ കയ്യിൽ. ഇപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ കുറെ ചാറ്റിംഗ് അവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു, കുറെ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, പലതും ഉടനെ ഇതൊക്കെ ചെയ്യുന്നു. നാളെ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും ഇന്നുള്ള പോലെ നാളെയും നിന്റെ കൂടെ സഹായിക്കാനുണ്ടാവുമോ? പറയൂ. ഒരു പ്രായമായിട്ടും നീ ഒരു കാലിലേക്ക്, സ്വന്തം കാലിലേക്ക് നിൽക്കാൻ പ്രാപ്തി നേടിയിട്ടില്ലെങ്കിൽ നാളെ നിന്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാകുമോ? എന്ന ചോദ്യത്തിന് ഉത്തരണ്ടാവുക. ഉണ്ടാകുമോ? ഉണ്ടാവില്ലേ? അന്ന് നീ ഒറ്റപ്പെടുമ്പോൾ ആര് നിന്റെ കൂടെ ഉണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്ന സമയത്ത് അവസാനം എന്താ ഉത്തരം എന്താ അറിയോ? ആർക്കും വേണ്ടെങ്കിലും ഉണ്ട്, ആർക്കും വേണ്ടെങ്കിൽ പിന്നെന്താ പറയും? ആത്മഹത്യ. അപ്പൊ നോക്കൂ, ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു അവബോധം. ഇവിടെയാണ് രത്നാകരൻ പറയുന്നത്, എനിക്കും ഇതുപോലൊരു ഘട്ടം വരെയാണ് എന്റെ ജീവിതത്തിൽ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ സത്സംഗം, നാരദ മഹർഷിയുമായിട്ടുള്ള ആ സത്സംഗത്തിൽ അദ്ദേഹം വഴി കാണിക്കുകയാണ്. അങ്ങനെ ഒരു വഴി കാണിച്ച് അദ്ദേഹം രാമരാമ ജപിച്ച് മനസ്സിലേക്ക് പ്രാപ്തമാക്കി. ഈ രത്നാകരൻ വാഗ്മീകിയായി പരിവർത്തനം വന്ന് അദ്ദേഹത്തിലൂടെ ലോകത്തിന് കിട്ടിയ കൃതിയാണല്ലോ ഇത് രാമായണം. അപ്പൊ നമുക്ക് യൂസ്ലെസ് എന്ന് തോന്നിയ ഒരു വ്യക്തിയിൽ നിന്ന് ലോകത്തിന് തന്നെ പ്രയോജനപ്പെടുന്ന വഴി കാണിക്കുന്ന അടുത്ത കാലത്ത് രാമക്ഷേത്രം അയോധ്യയിൽ വന്നു. ഞാനിന്ന് അവിടെ പോവുണ്ടായി, പ്രാണപ്രതിഷ്ഠയുടെ ദിവസം. അതൊരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവത്തിനെയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര ഒരു ഊർജം, അങ്ങനെ ഒരു ഉണർന്നിങ്ങനെ ചൈതന്യം വളർന്നിരിക്കുന്ന ഒരു രംഗം. അത് പറഞ്ഞു ഞാൻ പിന്നീട് എപ്പോഴും സന്ദർഭങ്ങളിൽ പറയാൻ അനുഭവം എന്തൊക്കെയായിരുന്നു. ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കേണ്ടത്, ഈ രാമക്ഷേത്രമായാലും ശരി, രാമചരിതമായാലും ലോകത്തിന് തന്ന രത്നാകരൻ ഒരു കാലത്ത് തന്റെ ജീവിതത്തിൽ നിരാശയുള്ള ഒരാളായിരുന്നു. അതായത് ഇനി തന്റെ കൂടെ ആരും പറഞ്ഞു നിങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെ നിരാശയിലേക്ക് കൂപ്പുകുത്തേണ്ട ആളെ വഴി കാണിച്ചുകൊണ്ട്, സത്സംഗത്തിലൂടെ വഴി കാണിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമാക്കി. ഇന്നും നമ്മൾ രത്നാകരനെ അല്ല ഓർക്കുന്നത്, ആരായിട്ടാണ് ഓർക്കുന്നത്? പറയൂ. ഇതുപോലെ നമ്മുടെ തലമുറകളെ ഓർക്കാൻ ഒരു വഴി കാണിക്കേണ്ടതില്ലേ? വേണോ വേണ്ടയോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ നല്ലൊരു ശതമാനം ആത്മഹത്യക്കും കാരണം അറിയോ? വഴി കാണിക്കാനുള്ള അച്ഛനമ്മമാരില്ലാതെ പോയി. നിരാശ എല്ലാവരുടെ ജീവിതത്തിലും വരും, ഉണ്ടാവില്ലയോ? നിരാശയില്ലാത്തവരാരും ഉണ്ടാവില്ല, ഉണ്ടാവില്ലയോ? പക്ഷെ നിരാശയിൽ നിന്ന് അവരെ ഒരു വിനാശത്തിലേക്കല്ല, അവരുടെ ജീവിതത്തിൽ വികാസത്തിലേക്ക് ഉയർത്താൻ വഴി കാണിക്കാൻ സത്സംഗം വേണം. വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? അപ്പൊ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരണം. നമുക്കൊരാഴ്ച കൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാക്കണം. നമ്മൾ ഈ നാടൊരു മാതൃകാ നാടായി മാറും. ഇപ്പം എന്താ പറയുക, രാഷ്ട്രീയത്തിന്റെ ഒരുപാട് അതിപ്രസരമുള്ള നാടാണ് പലരും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഗുരുത്വമുള്ള, മഹത്വമുള്ള, ഇരുത്വമുള്ള സമൂഹത്തെ വാർത്തെടുക്കണം. വേണം പറയുകയാണ്. കഴിവുള്ള, കരുത്തുള്ള, സമൂഹത്തിന് ആദരവ് തോന്നുന്ന, നാളത്തെ തലമുറയ്ക്ക് വഴി കാണിക്കുന്ന വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കണം. വേണോ വേണ്ടയോ? പറയൂ. അങ്ങനെയാകുമ്പോഴാണ് ഒരു നാട് നല്ല നാടായി മാറുന്നത്. അതിന് ഈ ഭാഗവത സപ്താഹം ഒരു വെളിച്ചമാവുകയാണെങ്കിൽ ഈ ഭാഗവത സപ്താഹത്തെ നമുക്ക് ഉൾക്കൊള്ളണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടും അല്ലെങ്കിൽ നിങ്ങളുടെ
സമൂഹത്തിൽ 10 പേരോട് പറയണം. എന്തിനാണ് ശ്രീമദ് ഭാഗവത സപ്താഹം? എന്തിനാണ്? ഈ 3 വാക്കുകൾ മറക്കാതിരിക്കുക. മഹത്വമുള്ള ആളുകളെ വാർത്തെടുക്കാൻ. എന്താണ് മഹത്വമുള്ള? 2 ഗുരുത്വമുള്ളവരെ വാർത്തെടുക്കാൻ. ആരെയാണ് ഗുരുത്വമുള്ള? 3 ഇരുത്തമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ. നാളത്തെ തലമുറയുടെ പ്രതിബദ്ധതയുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നവരെ വാർത്തെടുക്കാൻ. വേണോ? വേണ്ടയോ? അത് ഉച്ചയ്ക്കത്തെ സാപ്പാട് മാത്രം മതിയോ? മതിയോ? രാവിലെ ഇവിടെയാണെങ്കിൽ സപ്താഹത്തിന് നോക്കൂ, നിങ്ങൾ വലിയ അനുഗ്രഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ചായയും കാപ്പിയും പലഹാരമുണ്ട്. ഉച്ചയ്ക്ക് സമൃദ്ധം വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. വൈകുന്നേരമുണ്ട്. രാത്രിയുണ്ടോ? രാത്രി ഇന്നില്ല. നമുക്ക് പിന്നീട് ആലോചിക്കാമല്ലോ. അതുകൂടി തന്നെ നിൽക്കുന്ന ഒരു പായയും തലയും കൂടി തന്നു നമ്മുടെ തന്നെ ഇങ്ങനെ കൂടാനുള്ളത്. നമുക്ക് ക്രമേണ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭാഗവത സപ്താഹം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് ഭാഗവതം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കഥകളല്ല, വരാൻ പോകുന്ന തലമുറകളെ കഥയുള്ളവരാക്കി തീർക്കലാണ്. വരാൻ പോകുന്ന തലമുറയെ, അല്ലെങ്കിൽ വളർന്നു വാങ്ങുന്ന തലമുറയെ കഥയുള്ളവരാക്കി തീർക്കുക. കഥ കഴിഞ്ഞു പോകുന്നവരാക്കല്ല, കഥ ഉള്ളവരെ. അത് കഥയുള്ളവരായി തീരണമെങ്കിൽ അവരുടെ കഥ എന്താണ്, അവരുടെ കഴിവെന്താണ്, അവരുടെ കരുത്തെന്താണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ നേതാം ഗുരുദേവ് അവതരിപ്പിച്ചു ഒരു ശക്തി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ശക്തി നമ്മളതിനെ പല രൂപത്തിൽ കാണുന്നു, ഇല്ലേ? ആ ശക്തി ഇവിടെ എന്നുമുണ്ട്. കുട്ടികൾക്ക് നമുക്ക് വിദ്യാഭ്യാസം എത്രമാത്രം വഴിതെറ്റിച്ചു എന്നതിന്റെ തെളിവാണ് ഈ പറയാൻ പോകുന്നത്. നമ്മൾ ഊർജത്തെക്കുറിച്ച് പഠിക്കും കുട്ടികൾ സ്കൂളിൽ. ഊർജം, ശക്തി. ശക്തി ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം ശക്തിയെന്നും ഇവിടെ നമുക്ക് പറയൂ ഉള്ളതാണ്. ഇല്ലാത്ത ഒന്നിനെ ഇതുവരെ സൃഷ്ടിക്കാൻ ഒരാൾക്കും ഉണ്ടാകുന്നില്ലാത്ത നിങ്ങൾ സാധിച്ചിട്ടില്ല. ഇല്ലാത്ത ഒന്നിനെ ഒരിക്കലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഉള്ളതിനെ അതിന്റെ സാധ്യതകളാണ് പലതും. ഉള്ള കാര്യത്തെ തന്നെ പല സാധ്യതകളിലേക്ക് കൊണ്ടുപോട്ടെ. ഇലക്ട്രിക്കൽ കാർ, ലിഥിയം എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഇലക്ട്രിക് കാറിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ലിഥിയം നമുക്ക് പൊടിച്ചെടുത്ത് കിട്ടുന്ന സാധനം. ഇവിടെ ഉണ്ടാകുന്നുണ്ടോ അതിന് വേണ്ടുന്ന മെറ്റീരിയൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആണോ? പറയൂ നിങ്ങൾ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഹൈ എൻഡ് ടെക്നോളജിയുള്ള മൊബൈൽ, നമുക്ക് അതിനുള്ള സാധനങ്ങൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആണോ? ഈ ആകാശ പുഷ്പം കൊണ്ട് ക്യാൻസർ മാറ്റാമാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? കാരണം ഇന്ന് വരെ ആരും ആകാശപുഷ്പം എന്നൊരു സാധനം കണ്ടിട്ടില്ല. ഇല്ലാത്ത ഒന്നിനും ഇതുവരെ സൃഷ്ടിക്കാൻ പറ്റില്ല. ചില വിദ്യകൾ അങ്ങനെ അത് വിശ്വസിച്ച് പോകുന്നവരുണ്ട്. നാഗമാണിക്കെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് പോകുന്നവരുണ്ട്. ഇന്നുവരെ ഒരുത്തരം കണ്ടിട്ടില്ല. നാഗത്തെ കണ്ടില്ല. ഇത് കണ്ടില്ല. മാണിക്ക് അത് മിടുക്കന്മാരിങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത്. പോട്ടെ. എന്റെ ചോദ്യം ഇതാണ്, ഊർജം ഇവിടെ ഉള്ളതാണെങ്കിൽ ഉള്ളതിനെ മാത്രമല്ലേ നമുക്ക് വികസിപ്പിക്കാൻ പറ്റൂ? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറയൂ. നമ്മൾ ഓരോ വ്യക്തിയിലും ഉള്ള സാധ്യതകൾ അത് നമുക്ക് വികസിപ്പിക്കാൻ പറ്റണം. വേണോ? ഈ ഓരോ വ്യക്തിയിലും എന്തൊക്കെ സാധ്യതകളാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസം അത് പഠിപ്പിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നേ പറ്റുള്ളൂ. ഓരോ വ്യക്തിയിലും ഇപ്പൊ നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്കാരെയും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടെത്തണമെന്നുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ പറയുന്നത് ഒരു എക്സാഗ്രേഷൻ ആണെന്ന്. അതിൽ പ്രായം ഒന്നൊരു വിഷയമില്ല. ഏത് പ്രായത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളിൽ നിന്നും വരുന്ന അത്ഭുതകരമായ സൃഷ്ടികളായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് മകൻ മരിച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആണോ? അദ്ദേഹം കവിതയൊന്നും പഠിച്ചിട്ടുള്ളത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ വിദ്യാഭ്യാസം സ്കൂളിൽ കഴിഞ്ഞാൽ ഗുരുകുലത്തിലാണ് പഠിച്ചിരിക്കുന്നത്. വാതരോഗം വന്ന് തളർന്നിരിക്കുമ്പോഴാണ് ആരെയും ലഭിച്ചിരിക്കുന്നത്. ലോകം നിങ്ങൾ എത്രമാത്രം ആഭരണമോടുകൂടി കാണാൻ നോക്കുക. ആണല്ലോ. ഇതുപോലെ നാളെ നിങ്ങൾ എന്ത് രചിക്കുന്ന ആർക്കറിയാം? അത്ര കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഉണർത്തണം, കാണിച്ചു തരണം. എന്താ ഉണ്ടാക്കുന്നത്? വേണ്ട സമയം ഈ സീരിയലും വേണ്ടിയിരുന്നോളാം. ആർക്കും നഷ്ടം. വെറും പൊട്ട സീരിയലും കണ്ട് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയും കണ്ട് ജീവിതം മുഴുവൻ നശിപ്പിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. ഉണ്ടോ? അതിനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊന്ന് പുറത്തേക്ക് എടുക്കേ വേണ്ടൂ. ഉണ്ടാക്കേണ്ട നിങ്ങൾ ഉള്ളതിനെ ഒന്നും ഉണ്ടാക്കി
ഇല്ലാതാക്കുകയല്ല, ഉള്ളതിനെ നമുക്ക് ഇനിയിപ്പോ മഴ പെയ്താൽ പുല്ലുകളൊക്കെ ഇവിടെ മുളയ്ക്കുമ്പോൾ ഈ പുല്ലുകളൊക്കെ ഇല്ലാതെ ഉണ്ടാകുമോ? അത് വിത്ത് നേരത്തെ മണ്ണിലുണ്ടോ? ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ വേനൽക്കാലത്ത് അതെല്ലാം ഉണങ്ങി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പറമ്പിലൊന്നും പുല്ലില്ല. എന്നാൽ മഴ കണ്ട് പെയ്താലോ പുല്ല് നിറയും. ഇപ്പൊ വേനൽക്കാലം പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. ഒരുപാട് കഴിവിന്റെ വിത്തുകളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. 7 ദിവസം നമ്മളിവിടെ മഴ വീഴ്ച പോവുകയാണ്. ആ മഴയുടെ സൂചനയാണ് അല്ലേ? പാറ്റയ്ക്ക് മഴ വീഴുമ്പോഴാണ് പൊടിയാണ്. ആണോ? 7 ദിവസം പുറത്ത് മഴ പെയ്യുന്നില്ല എനിക്കറിയില്ല, അകത്ത് മഴ വീഴ്ചാൻ പോവാണ്. എന്തിന്റെ മഴ? അനുഗ്രഹത്തിന്റെ മഴ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്നും മാറ്റി പിടിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് മാറ്റി പിടിക്കാനാണ് ഒന്നിരിക്കുന്നത്. 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കഴിവുകളൊക്കെ പുറത്തു വന്ന് അപ്പൊ നിങ്ങളൊരു കഴിവുള്ളൊരു വ്യക്തിയായി പറയാൻ പറ്റിയ പ്രധാനം പോലെ ആവുന്നൊക്കെ ഉള്ളത്. അങ്ങനെ പൂർത്തിയുള്ള എന്താ പറയാ, ഒരു അനുഗ്രഹമായി നിങ്ങൾ മാറിക്കൂടായില്ല. അങ്ങനെയുള്ള വ്യക്തികളെ വാർത്തെടുക്കുക. നാളത്തെ തലമുറയെ ഒരു ദിശാബോധമുള്ളവരാക്ക്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഉറപ്പ് കൊടുക്കുക. മരിക്കാനല്ല ഭൂമിയിൽ വന്നത്, ജീവിക്കണം. അതിന് വ്യത്യസ്തമായ കഴിവുകളെ ഉറക്കെ പറയുക നിങ്ങൾ കണ്ടെത്തണം. അതിനെന്താണ് വഴി? അതിനാണ് 7 ദിവസം നമ്മളിവിടെ സപ്താഹം ചെയ്യുന്നത്. വേണ്ടതാണോ? എത്ര പേർക്ക് വേണം തോന്നുന്നുണ്ട്? കാലത്ത് 6 എത്ര മണിക്ക് തുടങ്ങുന്നു? 6 മണിക്ക് എല്ലാവരും വരിക. കുറച്ച് ഇടക്കണമുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഒന്നിച്ചിവിടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. ഏത് ചൊല്ലും? ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ശക്തിയും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരവസ്ഥയിലല്ല. ആണോ? അപ്പൊ അതിനൊരുപാട് തടസ്സങ്ങളും മറവുകളും അതിന്റെ മുകളിൽ, നമ്മുടെ ശക്തിയുടെ മുകളിൽ ഒരുപാട് ദൗർബല്യങ്ങളുമുണ്ട്. ഉണ്ടോ? ഉണ്ടാക്കുന്നില്ല? ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ പുറത്തെടുക്കണം. ഒരു ശുദ്ധീകരണം വേണം. അപ്പൊ നാമം ജപിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ മനസ്സിനൊരു ശുദ്ധീകരണം വരും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ കുട്ടികൾക്കൊന്നും ഇല്ലാതെ പോയത്. ഈ ശുദ്ധീകരണം ഉണ്ടാവാൻ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഋഷിവര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ എഴുതി വെച്ചിരിക്കുന്നത്, നാമസങ്കീർത്തനം കൊണ്ട് യോഗിന കർമ്മകുറുവന്തി സംഘം തെക്വ ആത്മശുദ്ധി എന്നാണ്. ആത്മശുദ്ധീകരണത്തിന് നാമജപം വേണം. മനസ്സിലാവുന്നല്ലോ? ഇനി നമുക്ക് നാമജപം എന്ന് പറയുന്നത് വളരെ പറയൂ. അതുകൊണ്ട് എന്ത് പറ്റി? മനസ്സ് ദുർബലമായി. ഇപ്പൊ നമുക്ക് ഈ വിളക്ക് നമ്മൾ കഴുകിയില്ലെങ്കിൽ ക്ലാവ് എന്നൊരു സാധനം പിടിക്കും. ഉണ്ടോ? നല്ല വാങ്ങിക്കുമ്പോൾ എത്ര തിളക്കമുള്ള വിളക്ക് പിന്നീട് അത് ക്ലാവ് വന്ന് അതിന് എന്താ സംഭവിക്കും? അതിന്റെ നിറം മങ്ങിപ്പോവും. പിന്നെ അതിനെന്താ വഴി? ഒന്നുമില്ല വഴി. ഇങ്ങനെ പുറത്തു വെച്ചാൽ മതിയോ? അത് എന്ത് ചെയ്യണം? തുടച്ചു വൃത്തിയാക്കണം. എന്തിനു തുടയ്ക്കണം? പാനെ തുടച്ചാൽ അങ്ങോട്ട് പോവോ? അപ്പൊ നിങ്ങള് പണ്ടൊക്കെ പുളി ഉപയോഗിക്കും. ഇപ്പോഴാണ് നമുക്ക് ഇപ്പം എന്താ പല കെമിക്കൽ വരുന്ന കാലമാണ് അല്ലേ? എന്തായാലും പറയാം, പീതാംബരി നീലാംബരിയൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ചേർത്ത് അല്ലേ? ബ്രാസ് ഒക്കെ കിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തേച്ച് അതിന്റെ ഇലക്ട്രോപ്ലേറ്റിംഗ് പുതിയ ടെക്നോളജികളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഷൈൻ ഉണ്ടാക്കാം. അത് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൽ പറ്റിപ്പിടിച്ച അഴുക്കുകൾ മാറ്റണം. എന്നതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കണമെങ്കിൽ, ശക്തി പുറത്തെടുക്കണമെങ്കിൽ അതിനെ മറയ്ക്കുന്ന അഴുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നാമജപം കൊണ്ട് ഉള്ളിലെ അഴുക്കുകളൊക്കെ മാറ്റുക. വേണോ? വേണ്ടയോ? ഈ ഒരാഴ്ച മുഴുവൻ ചൊല്ലി നോക്കൂ. അത് ഒന്നിച്ച് ചൊല്ലുമ്പോഴുണ്ടല്ലോ അതിന്റെ ഊർജവും അതിന്റെ ശക്തിയും വളരെ കൂടുതലാണ്. ഒറ്റയ്ക്ക് ചൊല്ലുമ്പോൾ ഏകാഗ്രത വളരെ കുറവായിരിക്കും. ഒന്നിച്ച് ചൊല്ലുമ്പോൾ അതിന്റെ ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് കുട്ടികളൊക്കെ എന്ത് വന്നാലും ശരി. എത്ര മണിക്ക് കൊണ്ടുവരണം? 6 മണിക്ക്. തയ്യാറാണോ നിങ്ങളൊക്കെ? നമുക്ക് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്, ദൂരെ നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ? ചാലക്കുടിയിൽ നിന്ന്. അതുപോലെ തന്നെ എന്റെ കൂടുതൽ ആചാര്യന്മാരൊക്കെ പല ദൂരത്ത് നിന്ന് വന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് മുതലെടുക്കണം വേണ്ടേ? ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ ഒരാഴ്ച ഞങ്ങൾ ദക്ഷിണാഴ്ച പോകും. അല്ലയോ? നിങ്ങൾ അടുത്ത സപ്താഹത്തിലേക്ക് പോകും. അത്രയല്ലേ നിങ്ങളുടെ കാര്യം. അപ്പൊ ഞങ്ങളെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, മുതലെടുക്കണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് വരണം? തയ്യാറാണോ? ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി വരുന്ന കാര്യം. നമ്മൾ നേരത്തെ വരണം. എത്ര പേര് രാവിലെ 6 മണിക്ക് വരും തീരുമാനിച്ചിട്ടുണ്ട്?
എല്ലാവരും കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുവരിക. നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം. വേണം വേണ്ടിയോ? ഊർജ്ജമുള്ളവരെ ഉണ്ടാക്കണമെങ്കിൽ മനസ്സിന് ശുദ്ധി അനിവാര്യമാണ്. മനഃശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് മാത്രം ദേവനം ദേവി അനുഗ്രഹിക്കുന്നത്. ദേവനം ദേവി അനുഗ്രഹിക്കുന്നത് നോക്കൂ, ശുദ്ധിയില്ലാത്ത മനസ്സിൽ ഏത് അമ്പലത്തിൽ പോയിട്ടും നിങ്ങള് അനുഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ, ആദ്യം ഗുരുക്കന്മാരെ സ്മരിക്കുക, ദേവനെ ഓർക്ക്. ആദ്യം ഗുരുക്കന്മാരെ, ഗുരുത്വമാണ് ഫസ്റ്റ്. ആണല്ലേ? അത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈ ഭാഗവതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ തന്നെ പറയുന്നത് ഗുരുരനുഗ്രഹേണ വപ്പുമാൻ പൂർണ്ണ പ്രശാന്തയെന്ന. ആദ്യം വേണ്ടത് എന്താണ്? ഗുരുത്വമുള്ളവരായി മാറണം. അതിന് നാമജപം നമുക്ക് അനിവാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാഗവതത്തിലേക്ക് പതുക്കെ പതുക്കെ കടക്കും. 7 ദിവസം കൊണ്ട് പുണ്യമാവും. ഇവിടെയാണെങ്കിൽ ഇതുവരെ നടന്ന സപ്താഹത്തിൽ നിന്നും ഏത് വ്യത്യസ്തമായ സപ്താഹമാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിൽ നരസിംഹാവതാരം, ആ ഉഗ്രരൂപം ഇവിടെ പ്രകടമാണ്. ഒരിക്കലും ഭഗവാനെ കാണണം. ഭഗവാനെ മോഹനുണ്ടാകുന്നത് ഇതുപോലെ കൃഷ്ണാവതാരം, കൃഷ്ണൻ അവതരിക്കുകയിലൂടെ നിങ്ങൾക്ക് കാണാം, അനുഭവപ്പെടുന്നത്. ഭഗവാനെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണുള്ളത്. അതുപോലെ ഓരോ ദിവസങ്ങളും അതുപോലെ കുചേല ബ്രാഹ്മണൻ ഇവിടെ വരും. കാണണോ? അങ്ങനെ അത്ഭുതം നിങ്ങൾക്ക് ഓരോ ദിവസം കാണുമ്പോൾ വരുമ്പോൾ മനസ്സിലാവുന്നത്. ജീവിതത്തിൽ ഇതുവരെ കാണാത്തതായ പല അനുഭവങ്ങളും. അങ്ങനെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും ജപം കൊണ്ടും അതുപോലെ മനനം കൊണ്ടും ജീവിതം ധന്യമാക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം. അപ്പൊ നാളെ നമുക്ക് ആരംഭിക്കാം. ജീവിതത്തെ ധന്യമാക്കാം. ഇന്ന് നമുക്ക് ഈ മഹാത്മ്യം ഇവിടെ ഉപസംഹരിപ്പിക്കാം. എല്ലാവരും നിവർന്നിരുന്ന് നാമം ജപിച്ചുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വളരെ ധന്യമായ, അനുഗ്രഹീതമായ, നമുക്ക് എത്രയോ ആളുകൾ പൊങ്കാല കൊണ്ട് ധന്യമാക്കിയ വേദിയാണ്. ഈ പവിത്രമായ സ്ഥലത്താണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. സാധാരണ സ്ഥലത്തിരുന്ന് കേൾക്കുന്നതിനേക്കാൾ ഒരു പുണ്യവും സുഹൃതവുമാണ് ഇത്തരം പവിത്രമായ സ്ഥലത്തിരുന്ന് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ ഒരു ഗുണം, അതിന്റെ പ്രയോജനം നമുക്കുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? ഒരു സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വം ഉണ്ട്. അത്രയൊരു പവിത്രം നടന്ന സ്ഥലമാണിത്. അതുകൊണ്ട് നിങ്ങൾ സാധാരണ സപ്താഹം പോലെ കാണരുത്. ഒരാഴ്ച ലീവൊക്കെ എടുത്ത്, കുട്ടികളോടൊക്കെ പറയും ഒരാഴ്ച ജോലിക്കൊന്നും പോകേണ്ട, 2 ദിവസത്തെ ലീവൊക്കെ എടുത്ത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവ് എടുത്ത് എല്ലാവരും അങ്ങോട്ട് വരിക. മനസ്സിലായി? ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ നമുക്ക് ജോലി നഷ്ടപ്പെടുന്നുള്ളവര് ജോലിക്ക് പോവുക, അല്ലാത്തവരൊക്കെ അവിടെ എങ്ങനെയെങ്കിലും വേഗം ഇവിടെ എത്തിച്ചേർന്ന് ഇത് കേൾക്കുക. ഒരാഴ്ച കേട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നാളെ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിൽ ആർക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. അവർക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കുന്ന വാക്കുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ നിന്ന് വരുന്നത്. അതെവിടെയോ ഒരു ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും. ആ തരത്തിലുള്ള ഒരു വ്യക്തികളായി നിങ്ങൾ രൂപാന്തരപ്പെടും, മാറ്റം വരും. ഇത് ആ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന, ജീവിതത്തെ തന്നെ ഉണർത്തുന്ന, ഉയർത്തുന്ന, ഉജ്ജ്വലമാക്കുന്ന, ജീവിതം ധന്യമാക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം.